തൃശൂർ വടക്കാഞ്ചേരിയിൽ കൂറുമാറ്റത്തിന് CPIM 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തെന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്രന്റെ വെളിപ്പെടുത്തൽ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ കോഴ വാഗ്ദാനം ലഭിച്ചെന്ന് ലീഗ് സ്വതന്ത്രൻ EU ജാഫർ പറയുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. വോട്ടെടുപ്പിന് ശേഷം അംഗത്വം രാജിവെച്ച് മുങ്ങിയ EU ജാഫർ ഇന്ന് 24-ലൂടെ വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. സുഹൃത്തിനോട് തമാശയായി പറഞ്ഞത് എന്നാണ് ജാഫറിന്റെ മലക്കം മറിച്ചിൽ. കോൺഗ്രസിന്റെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. LDF-നും UDF-നും 7 അംഗങ്ങൾ വീതമുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ കൂറുമാറി LDF-നാണ് വോട്ട് ചെയ്തത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതിലൂടെ ഭരണം LDF-ന് ലഭിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തലേന്ന് EU ജാഫർ വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫയോട് നടത്തിയ സംഭാഷണമാണ് CPM-ന് കുരുക്കായത്. 2 ഓപ്ഷൻ CPIM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ 50 ലക്ഷം പണം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് തന്റെ തീരുമാനമെന്ന് EU ജാഫർ പറയുന്നു. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത്. 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാൽ മതി. വോട്ടെടുപ്പിന് അടുത്ത ദിവസം 31 വോട്ടിന് തളി ഡിവിഷനിൽ നിന്ന് ജയിച്ച EU ജാഫർ അംഗത്വം രാജിവെച്ച് മുങ്ങി. ദിവസങ്ങൾക്ക് ശേഷം കോഴ വിവാദത്തിൽ 24-ലൂടെ പ്രതികരണവുമായി EU ജാഫർ രംഗത്ത്. സംഭാഷണത്തിലുള്ളത് തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളെന്നാണ് ജാഫറിന്റെ വാദം. CPM-കാർ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ലെന്നും പ്രതികരണം. ഞാൻ സ്വാഭാവികമായിട്ടും മുസ്തഫാനായിട്ട് മുന്നും ഇതുപോലെ പല സംസാരങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം മണ്ഡലം പ്രസിഡന്റാണ്. ഞാൻ ആളെയാണ് വിളിച്ചത് സംസാരിച്ചത്. കാരണം ഞാൻ മണ്ഡലം പ്രസിഡന്റിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ കാശ് വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ ഞാനത് ലൈവിൽ എനിക്ക് അദ്ദേഹത്തെ വിളിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഞാനത് വെറുതെ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല. LDF-ന് അനുകൂലമായി വോട്ട് ചെയ്തത് അബദ്ധത്തിൽ സംഭവിച്ചത്. അതിനാലാണ് അംഗത്വം രാജിവെച്ചതെന്നും ജാഫറിന്റെ വിശദീകരണം. സംഭവത്തിൽ CPM-നെ വിമർശിച്ച UDF നേതാക്കൾ ഇതിനകത്ത് വളരെ കൃത്യമായും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയും അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ഇവരാണ് ഒരു എരുമപ്പെട്ടി കേന്ദ്രീകരിച്ചുള്ള സ്കൂളിൽ വെച്ച് ഇതിന്റെ ഓപ്പറേഷൻ നടന്നും പണം കൈമാറിയതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അതിന്റെ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നടപടി തെറ്റാണ്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും വിളിച്ചത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. ആരോപണം ശുദ്ധ അസംബന്ധമെന്ന CPM ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള കുതിരക്കച്ചവടവും വോട്ട് വാങ്ങലും ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഇതിനിടെ EU ജാഫറിന് CPIM സംരക്ഷണം ഉറപ്പു നൽകുന്ന ശബ്ദ സംഭാഷണം പുറത്തുവന്നു. UDF പ്രവർത്തകർ ജാഫറിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനിരിക്കെയാണ് CPIM-ന്റെ ഉറപ്പ്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.